ഹലോ. അപ്പം ശരിക്കും ഓണം പനി കൊണ്ടുപോയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞു യാത്ര. അന്ന് രാവിലെ തന്നെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. വെറുതെ ഒന്ന് മലമ്പുഴ വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആകെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഒരു 2 വർഷം മുൻപൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോയി വെറുതെ ഒന്നൊരു ചെറിയൊരു കറക്കം അത്രയേ ഉള്ളൂ. അത്ര ഹെൽത്തൊന്നും അത്ര ഓക്കെ ഒന്നുമല്ല. പിന്നെ പിള്ളേരുകൾക്കാണെങ്കിലും കല്യാണിക്കാണ് കേട്ടോ വലിയ പരാതി ഉണ്ടായിരുന്നത്. സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കും വെക്കേഷനായിട്ട് എങ്ങോട്ടാണ് പോയെന്ന്. ഞാൻ എന്തു പറയും അമ്മേ എന്നൊക്കെയാണ് അവൾ എൻ്റെ അടുത്ത് ചോദിക്കണേ. ഞാൻ പറഞ്ഞു കല്യാണി നീ ചേലൂർക്ക് പോയി അച്ചാച്ചനെ കണ്ടു, അമ്മാമ്മേനെ കണ്ടു, ഓണത്തിന് അമ്പലത്തിൽ പോയി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതൊന്നും പറ്റില്ല, എനിക്ക് ടീച്ചർ ചോദിക്കുമ്പോൾ പറയാനായിട്ട് സ്ഥലപ്പേരുകൾ വേണം എന്നൊക്കെയായിരുന്നു കല്യാണി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ശരി, ഒട്ടും കുറയ്ക്കണ്ട, നമുക്കൊന്ന് മലമ്പുഴ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ കാണാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അത്ര നല്ലൊരു ട്രിപ്പായിന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. പോയപ്പോൾ നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ പനി വന്നതിന് ശേഷമേ ഒട്ടും ചൂടും വെയിലൊന്നും അങ്ങനെയൊന്നും പറ്റണില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, സ്കിന്നിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോന്ന് അറിയില്ല, വെയിലൊന്നും ഒട്ടും കൊള്ളാൻ പറ്റണില്ല, ചൂട്. എന്നിട്ട് നൈറ്റിൽ വന്നിട്ടും വീട്ടിലെത്തിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ചുട്ട് നിറഞ്ഞത് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ബോഡി മുഴുവൻ മൊത്തത്തിൽ മുഖമൊക്കെ അങ്ങോട്ട് ആകെ കരിവളച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് പോലും. പോവാനായിട്ട് ഒട്ടും ഹെൽത്ത് സമ്മതിച്ചിട്ടല്ല ഞാൻ പോയത്. പക്ഷെ എന്നാലും മക്കൾക്ക് കണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കല്യാണിക്കൊരു കണ്ണട വേണമെന്നൊക്കെ പണ്ട് മേടിച്ചു കൊടുത്തപ്പോൾ കണ്ണൻകുട്ടിക്ക് ഇപ്പോൾ എന്താ വാങ്ങുക. നമ്മളൊരു ടോയ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ കണ്ണൻ എന്ത് വാങ്ങും എന്നുള്ളത്. അപ്പോൾ ആളിങ്ങനെ ക്യാപ്പിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണം വെച്ച് കൊടുത്തപ്പോൾ നല്ല ഫിറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഗമയിലാണ് കേട്ടോ തോളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് പോയതെന്ന് പറഞ്ഞാലേ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ കാലത്ത് തന്നെ ആയത് കാരണം നല്ല വെയിൽ, എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എന്നാൽ വേഗം പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ തൊട്ടപ്പുറത്ത് സ്നേക്ക് പാർക്കും വേറെ എന്തൊക്കെയോ കുറേ ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ആ ഗാർഡനിലും ആ ഡാമൊക്കെ കണ്ട് വേഗം തിരിച്ചു പോരുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയായില്ല പോയത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാക്സിമം അവിടെ കവർ ചെയ്ത് മാക്സിമം ടൈം എടുത്തിട്ട് കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. പക്ഷെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആവാറില്ല. പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടും തൃപ്തിയാവാത്തൊരു യാത്രയായി പോയിട്ടോ ഇത്.